ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹിയുടെ 90ാമത്തെ ഹുക്മത്താണ് നമ്മൾ എടുക്കുന്നത്. 90, 91, 89 ഒരു വിഷയമാണ്. 90, 89ന്റെ ബാക്കിയാണ്, അതിന്റെ ബാക്കിയാണ് 91. അപ്പൊ ഇൻഷാ അല്ലാഹ് സമയത്തിനനുസരിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. നമ്മൾ പറഞ്ഞു, അല്ലാഹു തആല അല്ലാഹുവിന്റെ അടിമകൾ സമയത്ത് റെഡിയായി പണിയെടുക്കുകയും എന്നിട്ട് അല്ലാഹു തആല കൂലി കടമായി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു മാന്യതയില്ലാത്ത ആളല്ല ആര്? അല്ലാഹു തആല എന്ന് പറഞ്ഞു. അങ്ങനെ അല്ലാഹു തആല നമുക്ക് എന്തൊക്കെ തരുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതിൽപ്പെട്ട മറ്റൊരു സംഗതിയാണ് നമ്മൾ ഇന്നലെ അതിനെ പറ്റി ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? അല്ലാഹു തആല അല്ലാഹുവിന്റെ അടിമ സമയത്ത് ഇബാദത്ത് എടുക്കുന്നതുമായി അല്ലാഹുവിന്റെ അടിമക്ക് നൽകുന്ന മറ്റൊരു അനുഗ്രഹമാണ്, ഒരു പ്രതിഫലമാണ് തൗഫീഖ് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് വിശദീകരിച്ചിട്ടുണ്ട്. തൗഫീഖ് എന്താണ് പറഞ്ഞാണ്? അതായത് ആ അടിമക്ക് അടിമ ഉദ്ദേശിച്ച കാര്യം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ എന്ത് ചെയ്യാം, അനുകൂലമാക്കുക. ഇപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മളിവിടെ ഒരുപാട് കാലം ആയി ക്ലാസ്. എനിക്ക് ഓർമ്മ ചെയ്യണമെങ്കിൽ 30 വർഷമൊക്കെ ഉണ്ടാവും. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. എന്നാൽ നമ്മളെക്കാളും അറിവുള്ളവരും കഴിവുള്ളവരും പിന്നെ എന്തുണ്ട്, മനോഹരമായ ശബ്ദമുള്ളവരും അല്ലേ, പിന്നെ ആളുകളെ സംഘടിപ്പിക്കാൻ കഴിയുന്ന എല്ലാം പറ്റുന്നവരുണ്ട്. പക്ഷെ അവർക്ക് നടക്കണില്ല. എന്താണ്? നമുക്ക് അല്ലാഹു തആല നൽകിയ തൗഫീഖാണ്. ഇത് പറയാനും കേൾക്കാനും ഈ സമയത്ത് എത്താനും. ഞാൻ ഒറ്റക്ക് വിചാരിച്ചു നടക്കുമോ? ഏതെല്ലാം ആളുകൾ ഏതെല്ലാം വിഷയങ്ങളെ ചിന്തിച്ചിട്ട് ഇവിടെ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി ഇവിടെ എത്തുമ്പോഴാണ് ഇവിടെ ക്ലാസ് നടക്കുന്നത്. അപ്പൊ ഇതെന്താ? ഇത് തൗഫീഖ് മാത്രം. അപ്പൊ തൗഫീഖ് ആര് തരുന്നതാണ്? പഠിച്ചോൻ തരുന്നത്. അത് നമ്മൾ ചെയ്യുന്ന ഉദ്ദേശത്തിന്റെ നിയത്തിന്റെയും അമലിന്റെ ഭാഗമായിട്ട് അല്ലാഹു തആല തരുന്നതാണ് ഇത് തൗഫീഖ്. പിന്നെ തൗഫീഖ് പല അവസ്ഥയിലേക്ക് വരും. ഒന്ന്, തൗഫീഖ് പൊതുവെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പറഞ്ഞു അള്ളാഹുവിന്റെ അടിമ ഉദ്ദേശിക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യാ, അവന്റെ കാര്യങ്ങൾ യോജിക്കണം. ഇതൊരു തൗഫീഖാണ്. അതാണ് ബേസിക് തൗഫീഖ്. നമ്മൾ പ്ലാൻ ചെയ്യണമാതിരി ഓതാൻ കഴിയുക, നമ്മൾ പ്ലാൻ ചെയ്യണമാതിരി നിസ്കരിക്കാൻ കഴിയുക, നോമ്പോക്കാൻ കഴിയുക, അല്ലെങ്കിൽ ദീൻ ദഅവത്തുകൾ ചെയ്യാൻ കഴിയുക. അതൊക്കെ എന്താണ്, നമ്മൾ ഉദ്ദേശിച്ചതനുസരിച്ച് എത്തിച്ചേരുക എന്നുള്ള എന്താണ് ഒരു തൗഫീഖാണ്. സൂഫിയാക്കളുടെ ഭാഷയില് തൗഫീഖ് ഒന്നും കൂടി എന്തുണ്ട്, വ്യത്യാസം ഒന്നും കൂടി കടന്നു പോയിട്ടുണ്ടാവും. മഹാനായ ഇമാം ഖുശൈരി ലോകത്ത് ആദ്യമായി തസൗഫിന്റെ എല്ലാത്തിന്റെയും നിർവചനം കൊടുത്ത ആളാണ് ആര്? ഖുശൈരി. അതിനു മുമ്പ് തസൗഫ് ഉണ്ട്, പക്ഷെ ഓരോന്നിനും ഡെഫിനിഷൻ വെച്ചിട്ട് ഗ്രന്ഥമായിട്ട് ആദ്യമായി എഴുതിയ മഹാനാണ് ഇമാം ഖുശൈരി. അവര് പറയുന്നുണ്ട് തൗഫീഖ് എന്ന് പറഞ്ഞാൽ ആ തൗഫീഖ് അല്ലാഹു ലിൽ അബ്ദി അത്വാഅത വയുഹവ്വിലുഹു അനിൽ മഅസിയത്തി വയസ്രിഫുഹു അനിൽ മഅസിയത്തി. ചെറിയ ഇദ്ദേഹം കാണുന്നില്ല. തൗഫീഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു തആല അല്ലാഹുവിന്റെ അടിമക്ക് ഇബാദത്തുകൾ എളുപ്പമായി കൊടുക്കുകയും തെറ്റുകൾ എന്ത് ചെയ്യാം, പൂർണ്ണമായി തിരിക്കുകയും ചെയ്യാം. അതൊരു തൗഫീഖാണ്. അത് തൗഫീഖിന്റെ നല്ലൊരു അവസ്ഥ കിട്ടിയ അടിമയുടെ ആളെയാണ്. എങ്ങനെ ഇബാദത്ത് ചെയ്യാനൊക്കെ എന്താ എളുപ്പം? ശരിക്കും ഇബാദത്ത് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. എല്ലാത്തിനും റിസ്ക് ഉള്ള സംഗതിയാണ് ഏത് ഇബാദത്ത് ചെയ്യാം. പക്ഷെ അതിനെന്തുവാണ്? തൗഫീഖ് ഉണ്ടായത് കൊണ്ടാണ് ഇബാദത്ത് എളുപ്പമാണത്. രാവിലെ സുബഹിക്ക് എണീച്ചു പോവാ, മറ്റത് ജമാഅത്തിൽ പങ്കെടുക്കുന്നതൊക്കെ എന്താണ് എളുപ്പമാണ്. എന്തുകൊണ്ടാണ്? നമുക്ക് തൗഫീഖ് കിട്ടിയാണ്. തെറ്റുകൾ ചെയ്യാൻ എന്താണ് പണി ഉണ്ടെങ്കിലും മനുഷ്യന്റെ ഇഷ്ടം തെറ്റിനോട് യോജിക്കുന്നതുകൊണ്ട് തെറ്റുകളിൽ നിന്ന് വിട്ടുവെക്കാൻ പണിയാണ്. അതുകൊണ്ട് തന്നെ തെറ്റുകളിൽ നിന്ന് ഒരു അടിമയ്ക്ക് വിട്ടുവെക്കാൻ കഴിയുന്നത് അല്ലാഹു തആല അടിമയുടെ നന്മ കൊണ്ട് അല്ലാഹു തആല ചെയ്യുന്നത് എന്താണ്? തൗഫീഖ്. പല തെറ്റുകളും നമുക്ക് വിട്ടുവെക്കാൻ കഴിയുന്നുണ്ട്.
നമുക്ക് മുമ്പ് ചെയ്ത പല തെറ്റുകളും ഒരിക്കലും ചെയ്യാതിരിക്കാനുള്ള ഒരു മാനസിക പവറിൽ നമ്മൾ എത്തി. ഇതെന്തുകൊണ്ടാ? അല്ലാഹു തആല നമുക്ക് ചെയ്യണ തൗഫീഖ്. മഹാനായ ജുനൈദുൽ ബഗ്ദാദി പ്രമുഖനായ സൂഫിയാണ്. അവര് തൗഫീഖിനെ കുറിച്ച് വിശദീകരിച്ചത് ഭയങ്കര ഒരു അത്ഭുതമാണ്. എന്ന് പറഞ്ഞാൽ നബിതങ്ങളുടെ ഒരു ദുആ അങ്ങനെ ഉണ്ട് കേട്ടോ. തൗഫീഖിനെ കുറിച്ച് എന്താണ് തൗഫീഖ് എന്ന് അവർ വിശദീകരിക്കുന്നത്. ജുനൈദുൽ ബഗ്ദാദി എന്ന വലിയ ഒരു മഹാനായിരുന്നു, വലിയ സൂഫിയാണ്. മഹാനവർ പറയുന്നത് തൗഫീഖു അല്ലാ യക്ലകല്ലാഹു ഇലാ നഫ്സിക തുർഫത ഐനി. ഒരു കണ്ണടക്കണ സമയം പോലും നിന്റെ കാര്യം നിന്നെ ഏൽപ്പിക്കാതെ പൂർണ്ണമായും അല്ലാഹു തആല എന്ത് ചെയ്യാം? ഏറ്റെടുക്കുക. അതെന്താണ്? അത് തൗഫീഖിന് അങ്ങേയറ്റം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു കാര്യം നമ്മളെന്ത് ചെയ്യണ്ട, നമ്മളിലേക്ക് പഠിച്ചേൽപ്പിക്കുക. നമുക്ക് ഫുള്ള് പ്ലാനും നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മളറിയാത്ത ഫുള്ള് റൂട്ടിലും ട്രാക്കിലും ഏറ്റെടുത്ത് നിർവഹിക്കുന്ന അവസ്ഥയിലേക്കും ആശാരത്വം അല്ലാഹു തആല നമ്മൾ പറഞ്ഞു നിന്നെടുത്താൽ മതി. എല്ലാം വളരെ സിമ്പിളായി നമ്മുടെ കാര്യങ്ങൾ പരിപൂർണ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുന്ന അവസ്ഥ അല്ലാഹു തആല നമുക്ക് ചെയ്തു. ഇതെന്താണ്? ഇത് തൗഫീഖാണ്. ഈ അവസ്ഥയിൽ അടിമക്ക് എത്താൻ കഴിയും എന്ന് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനകളുണ്ട്. ഒരു കണ്ണടക്കുന്ന സമയം പോലും പഠിച്ചവനെ എന്റെ കാര്യം ഏറ്റെടുക്കല്ലേ, എന്നെ ഏൽപ്പിക്കല്ലേ എന്നുണ്ടല്ലോ. അപ്പൊ എന്താ? ആ അവസ്ഥയിലേക്ക് അടിമെത്തും. ആ അവസ്ഥയിൽ അടിമെത്തുന്നതും വലിയ തൗഫീഖാണ്. അപ്പൊ ഒന്നും അല്ലാഹു അല്ലാത്ത വേറെ നിലക്കും പ്രശ്നമില്ലാത്ത ഫോക്കസ് ചെയ്യാത്ത അവസ്ഥയിലേക്കും അടിമയെത്തും. ഇതൊക്കെ എപ്പോഴാ? ഇതൊക്കെ ദുനിയാവില് നമ്മൾ ചെയ്ത ഇബാദത്തിന് പകരമായി അല്ലാഹു തആല തരുന്നു. അപ്പൊ ആ തൗഫീഖിനെ കുറിച്ചാണ് ഇവിടെ ഈ ഹിക്മത്തിൽ പറയുന്നത്. അത് നോക്കാം. കഫാ മിൻ ജസാഇഹി ഇയ്യാക. അല്ലാഹു തആല അവന്റെ പ്രതിഫലം നിനക്ക് നൽകുന്നതിൽ ധാരാളം മതി. എന്ത്? അലത്തോഴത്ത് നീ അല്ലാഹു തആലക്ക് വഴിപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു തആല നിനക്ക് പ്രതിഫലം നൽകുന്നതിനാൽ ധാരാളം മതി. ഈ ഒരു വിഷയം കിട്ടിയാൽ തന്നെ മതി. എന്ത്? അൻ റളീക ലഹാ അഹ്ലൻ. ആ ഇബാദത്തിന്റെ ആളായിട്ട് അല്ലാഹു തആല എന്നെ തൃപ്തിപ്പെട്ടു എന്ന് തന്നെ വലിയ പ്രതിഫലമാണ്. മനസ്സിലായില്ല? നീ അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുന്ന മേഖലയിൽപ്പെട്ടവനായി അള്ളാഹു തആല നിന്നെ തൃപ്തിപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഇബാദത്തിന്റെ മേഖലയിൽ നിന്നെ കാണാൻ സാധിക്കുന്നത്. ഇബാദത്തിന്റെ അഹ്ലുകാരുടെ കൂട്ടത്തിൽ നിന്നെ പെടുത്തിയത് തന്നെ ഏറ്റവും വലിയ തൗഫീഖ്. അപ്പൊ അല്ലാഹു തആല എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല നീ ചെയ്യുന്ന ഇബാദത്തിന്റെ പ്രതിഫലത്തിനാൽ ഇത് മാത്രം കിട്ടിയാൽ മതി, ധാരാളം മതി. ഈ ഒരു ബെനിഫിറ്റ് തന്നെ മതി. എന്താണ്? അല്ലാഹു തആല തൃപ്തിപ്പെട്ട ഒരു ഇബാദത്തിന്റെ അഹ്ലുകാരനാക്കി നിന്നെ മാറ്റി. ഇതാണ് അല്ലാഹുക്ക് വഴിപ്പെടുന്ന, അല്ലാഹുവിനെ അനുസരിക്കുന്ന, അല്ലാഹുവിനെ ഭയപ്പെടുന്ന, തിന്മകൾ വിട്ടുവെക്കുന്ന, നന്മകളെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തിന്റെ കൂട്ടത്തിലാണ് അല്ലാഹു തആല എന്നെ പെടുത്തി. അതെന്താണ്? അതിനൊക്കെയുള്ള ഏറ്റവും വലിയ ഒരു സ്വീകാര്യതയാണ്. കാരണം എന്താ? പരിശുദ്ധമായ അല്ലാഹു തആല പറയുന്നു, ഫലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും മാ സക്കാ മിൻകും വറഹ്മതുഹു മാ സക്കാ മിൻകും മിൻ അഹദിൻ അബദൻ എന്നാണ്. അള്ളാഹുവിന്റെ വലിയ ഔദാര്യവും കാരുണ്യവും നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങൾ ഒരാൾ തന്നെ ഒരു കാലത്തും നന്നാവൂല. അങ്ങനെ പറഞ്ഞു, നിങ്ങളിൽ നിന്ന് ഒരാളും അബദൻ ഒരിക്കലും നന്നാവൂല. അപ്പൊ നന്നാവന്റെ ചെറിയൊരു അംശം നമുക്കുണ്ടെങ്കിൽ തന്നെ അള്ളാഹുവിന്റെ അവതാരം കൃപ നമുക്ക് ഉണ്ടായെന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണ് ഉണ്ടായത്? നമ്മൾ അല്ലാഹു തആല പറയുന്ന നിയമങ്ങൾക്ക് വിധേയമാകാൻ റെഡി ആയതുകൊണ്ടാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ദുനിയാവിൽ കിട്ടേണ്ട അപാരമായ സഹായങ്ങളാണ്. അതുകൊണ്ടാണ് മഹാന്മാർ പറയുന്നത്, മഹാനായ ഇബ്നു അജീബ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അത്തൗഫീഖു ലഹാ അഅ്ളമു മിന്നത്തൻ വ അക്ബർ ജസാഅൻ എന്നാണ്. അല്ലാഹു തആല ചെയ്യുന്ന അനുഗ്രഹങ്ങൾ വെച്ച് ഏറ്റവും വലിയതും ഏറ്റവും മഹത്വമുള്ളതുമായ ഒരു നിയമത്താണ്, അനുഗ്രഹമാണ് തൗഫീഖ്. കാരണം ഇബാദത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ നിന്നെ പെടുത്തേ എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. തൗഫീഖ് ഏറ്റവും വലിയ അനുഗ്രഹം എന്നാണ്.
മഹാന്മാർ പറയുന്നുണ്ട്, തൗഫീഖ് ഇബാദത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു അഹ്ലുകാരനായി തെരഞ്ഞെടുത്തുകൊണ്ട് 3 കാര്യങ്ങളുണ്ടെന്നാ. ഒന്ന്, ഏതെങ്കിലും നിലക്കവർക്ക് അള്ളാഹുമായിട്ട് ബന്ധമുണ്ട്. കാരണം ഈ മേഖലയിലാണ് ആരുള്ളത്, അവനുള്ളത്. രണ്ടാമത്, അവൻ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തിരിഞ്ഞിട്ടിടുന്നതാണ്. അതുകൊണ്ടാണ് ഈ മേഖല അവനെ കാണുന്നത്. 3, അള്ളാഹുവിന്റെ അടിമ എന്ന കാറ്റഗറിയിൽ പെട്ടു. അപ്പൊ ഏറ്റവും വലിയ സംഗതിയാണ് ഹിക്മൽ പറയുന്നത്, കഫാമിൻ ജസാഇഹി ഇയ്യാക അല ത്വാഅത്തി. അല്ലാഹു തആലയുടെ ത്വാഅത്തിനെ നിനക്ക് നൽകുന്ന പ്രതിഫലത്തിൽ ധാരാളം മതിയായി അൻ റദീക ലഹ അഹ്ല, ഇതിന്റെ അഹ്ലുകാരനായി നിന്നെ തൃപ്തിപ്പെട്ടു എന്നുള്ളതാണ്. മറ്റൊരു ഗുണമാണ് അടുത്ത ഹിക്മത്തിൽ പറയുന്നത് 91. എന്താണ്? കഫൽ ആമിലീന, അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കുന്നവർക്ക് ധാരാളം മതി ജസാഅൻ, പ്രതിഫലത്തിന്റെ കാര്യത്തിൽ. മാ 1, ഹുവ അത് ഫാത്തിഹു അലാ ഖുലൂബിഹിം ഫീ ത്വാഅത്തിഹി, അവൻക്ക് ഇബാദത്ത് എടുക്കുന്നത് വഴി അവരുടെ ഹൃദയത്തിൽ അല്ലാഹു തആല അത് തുറന്നു കൊടുക്കും. അങ്ങനെ സംഗതി. അതായത് അല്ലാഹു തആല നൽകുന്ന പ്രതിഫലത്തെ കുറിച്ച് പറയാണ്, അള്ളാഹുവിന്റെ അടിമ അള്ളാഹുക്ക് ഇബാദത്ത് എടുക്കുന്ന വഴി ഹൃദയത്തിൽ എന്തുണ്ടാവും? ഒരുപാട് അവസ്ഥകൾ അല്ലാഹു തആല തുറന്നു കൊടുക്കും. ആർക്ക്? അള്ളാഹുവിന്റെ അടിമക്ക്. മഹാനായ ഇബ്നു അജീബ ഈ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഹൃദയത്തിൽ 3 അവസ്ഥകൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കുന്ന അടിമക്ക് ഉണ്ടാവുമെന്നുള്ളത്. 3 അവസ്ഥകൾ ഉണ്ടാവുമെന്ന്. അതിന് ഒന്ന് മുഹാദറ എന്ന് പറഞ്ഞു. മുഹാദറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അടിമയുടെ ആ അടിമത്തത്തിന്റെ ഇബാദത്തിന്റെ മേഖലയിലേക്ക് അള്ളാഹു തആല പ്രവേശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? നമ്മളെന്താവുക? പിന്നെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അതായത് അള്ളാഹുവിന്റെ അടിമത്തത്തിന്റെ ആ ബൗണ്ടറിക്ക് നമുക്ക് എൻട്രി കിട്ടുക. അതാണ് ശരിക്കും മുഹാദറ. ഇത് അല്ലാഹു തആല ഇബാദത്ത് വഴി ആ ബൗണ്ടറിയിലേക്ക് അവൻ ഇടുകയാണ്. ഇത് ശരിക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ തുടങ്ങുന്ന ആളുകൾക്ക് കിട്ടുന്ന ബെനിഫിറ്റാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പ്രവേശിച്ച ആളുകളെ അല്ലാഹു തആല കുറച്ചു കാലം അവൻ ഇബാദത്ത് എടുക്കുമ്പോൾ അള്ളാഹുവിന്റെ ആ മാർഗത്തിൽ ആ ഏരിയയിൽ അവനെ തളച്ചിടും. ഇതെന്തുകൊണ്ടാ? നമ്മളുള്ള സമയവും അമലും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് സമയം ചെലവഴിക്കാൻ റെഡി ആയതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു തആല നമുക്ക് നൽകുന്ന ബെനിഫിറ്റാണ്. പിന്നീട് നമ്മൾ എന്താവും? നമ്മളിങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ചു കാലം കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെടുന്ന ആ ഒരു പരിസര മേഖലയിൽ അള്ളാഹു തആല നമ്മൾ തളച്ചിടും. അപ്പൊ അതിനാണ് പുറത്തു പോകാൻ നമുക്ക് എന്താവില്ല, സമ്മതിക്കൂല. വീണ്ടും പഠിച്ചോണ്ട് അതിലേക്ക് തിരിച്ചുകൊണ്ട് പിന്നെയും പോയാൽ പിന്നെ തിരിച്ചുകൊണ്ട് അങ്ങനെ അവസാനം എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ ബൗണ്ടറിയിലായി അവൻ എന്ത് ചെയ്യും? ആ പരിസര ബൗണ്ടറിയിലായിട്ട് അവൻ ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാവും. ഇത് അള്ളാഹു തആല ചെയ്യുന്ന ഇബാദത്ത് വഴി ചെയ്യുന്ന അള്ളാഹു തആല അടിമ കൊടുക്കുന്ന ഒരു ഗുണമാണ്. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ പരിസരത്തിൽ നിന്ന് കഴിഞ്ഞാൽ അത് വെച്ച് അവൻ അള്ളാഹു തആലക്ക് ആ പരിസരത്തിൽ നിന്ന് അള്ളാഹുവിനനുസരിച്ച് ഇബാദത്ത് എടുത്തു കഴിഞ്ഞാൽ അടുത്ത സംഗതിയാണ് മുറാഖബ എന്ന് പറയുന്നത്. മുറാഖബ എന്താ? മുഹാദറ ആവുമ്പോ ഇബാദത്തുകളിലും ടൈം ടു ടൈമുള്ള കാര്യങ്ങളിലാണ് ശ്രദ്ധ ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ ചിലപ്പോ എന്ത് ചെയ്യും? അവന്റെ മനസ്സിൽ അള്ളാഹു കാര്യങ്ങളൊക്കെ പോകും. അത് ഡെവലപ്പ് ചെയ്ത് ഉഷാറായി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിലേക്ക് അവൻ മാറും. അതെന്താണ്? പിന്നീട് അവൻ ഇബാദത്തിന്റെ സമയബന്ധിതമായ ഇബാദത്ത് അല്ലാത്ത സമയത്തും അവന്റെ പ്രവർത്തനങ്ങളിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ കാണാൻ നോക്കും, അള്ളാഹുവിനെ ചിന്തിക്കാൻ നോക്കും. മുറാഖബനെ ശരിക്കും നിരീക്ഷിക്കാന്നാണ്. അപ്പൊ അള്ളാഹുവിനെ കണ്ടെത്താൻ, എല്ലാത്തിനും അള്ളാഹുവിനെ കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തുന്ന മേഖലയിലും എത്തും. ഇത് ആർക്കുണ്ടാവാ? അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പ്രവേശിച്ച് കുറച്ചുകൂടി സജീവമായ ആളുകൾ കൂടുതൽ സമയം അള്ളാഹുവിന് വേണ്ടി കണ്ടെത്താൻ നോക്കും. അതുകൊണ്ടാണ് കുറച്ച് ആളുകൾ സാധാരണ നോർമൽ ഇബാദത്തിന്റെ അപ്പുറം എന്ത് ചെയ്യുന്നുണ്ട്? ഇബാദത്ത് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഖുർആൻ ഓതുന്നുണ്ട്, കൂടുതൽ സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്, കൂടുതൽ മറ്റു മോശമായ കാര്യങ്ങൾ വിട്ടുക്കാൻ നോക്കുന്നുണ്ട്, കൂടുതൽ ആത്മീയമായ അള്ളാഹുവിനേക്ക് ഒന്നും കൂടി സാധാരണ നോർമൽ ഉള്ള ആളുകളെക്കാളും സജീവമാകുന്നുണ്ട്. എന്തുകൊണ്ടാ? ഇവൻ മുഹാദറ പരിപൂർണമായി സൂക്ഷിക്കണമുണ്ടാവും. മുഹാദറ സൂക്ഷിച്ചതിന്റെ ആത്മീയമായ ഗിഫ്റ്റാണ് ഏത്?
മുറാഖബ. മുറാഖബ സൃഷ്ടിയിൽ നിന്നുണ്ടാകാം. ഈ മുറാഖബക്ക് തൗഫീഖ് ആര് കൊടുക്കും? അള്ളാഹു കൊടുക്കും. അള്ളാഹു താലാക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കാൻ ഒരു സൃഷ്ടിക്ക് തോന്നണമെങ്കിൽ നല്ല തൗഫീഖ്, നല്ല ക്ഷമ വേണം. ഒഴിഞ്ഞിരുന്നിട്ട് അരമണിക്കൂർ ഖുർആൻ വീട്ടിലിരുന്ന് ഓതാൻ നമുക്ക് എന്താ നല്ല ക്ഷമ വേണ്ടേ? അല്ല, അതിനുവേണ്ടി അള്ളാഹു താലാക്ക് വേണ്ടി കുറച്ച് ദിക്റിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുക. രാവിലെ വൈകുന്നേരം ഒഴിഞ്ഞിരിക്കുക, സുബീന്റെ ശേഷം ഇഷ്റാഖ് വരെ ഇരിക്കുക, അല്ലെങ്കിൽ ഇഷാ മരുവിന്റെ ഇരിക്കുക. ഇഷാന്റെ ശേഷം എന്ത് ചെയ്യുക? ദിക്റുകൾ മാത്രം ആയിട്ട് കിടന്നുറങ്ങാൻ നോക്കുക. ഇങ്ങനെയൊക്കെ കൂടുതൽ കൂടുതൽ അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യന് ഇടപെടാൻ കഴിയുന്നത് ഒരു തൗഫീഖാണ്. ഈ തൗഫീഖ് എന്തുകൊണ്ടാണ്? അവൻ മുഹാദറ പരിപൂർണമായി സൂക്ഷിക്കണമെന്നാണ്. അപ്പൊ മുഹാദറയുടെ ഗിഫ്റ്റാണ് ഇത് മുറാഖബ. ഇതൊക്കെ അള്ളാഹുവിന് നമുക്ക് ദുനിയാവിൽ ചെയ്യുന്ന അവസ്ഥയാണ്. ഈ മുറാഖബ ഒരാൾ നന്നായി സൂക്ഷിക്കുമ്പോഴാണ് അയാൾക്ക് മുഷാഹദ കിട്ടുന്നത്. അപ്പൊ സാധാരണക്കാർക്ക് കിട്ടുന്നതാണ് മുഹാദറ. കുറച്ചും കൂടി അള്ളാഹുവിലേക്ക് അടുത്ത ആളുകൾ കിട്ടുന്നതാണ് മുറാഖബ. സൂഫിയാക്കളിൽ അങ്ങേറ്റവും വലിയ മഹാന്മാർ കിട്ടുന്നതാണ് മുഷാഹദ. മുഷാഹദ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തുണ്ടാവില്ല? അള്ളാഹു അല്ലാത്ത വേറെ ചിന്ത ഉണ്ടാവില്ല. അവരെ കാര്യങ്ങളൊക്കെ അവര് നീല, അവരെ ഹമ്മേ ഫിക്രേ ആവില്ല. അവരെ മെയിൻ ചിന്ത അള്ളാഹു തന്നെ, അള്ളാഹു മാത്രമായി മാറും. അതല്ലാത്ത വേറൊന്നിലും അവരുടെ മനസ്സ് ഫോക്കസ് ചെയ്യില്ല. അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. എന്നാൽ അവരെ കാര്യങ്ങളൊക്കെ നടക്കാതെ വെക്കുമോ? എല്ലാവരെക്കാളും ഉഷാറായി നടക്കും. കാരണം എന്താ? ഒരു മനുഷ്യന്റെ ചിന്ത ഫിക്രയും അള്ളാഹു മാത്രമായാൽ ബാക്കി എല്ലാ ചിന്തയും ആരെ ഏറ്റെടുക്കുന്ന? പടച്ചേറ്റെടുക്കുന്ന. അതിനുള്ളൊരു ആത്മീയ ബലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പല ചിന്തയുടെയും ഫോക്കസിൽ പോവാണ്. മുഷാഹിദിലെത്തിയ അള്ളാഹുവിന്റെ ഇഷ്ടദാശൻ എന്താ ചെയ്യാ? അവൻ അള്ളാഹു അല്ലാത്ത വേറെ അജണ്ട ഉണ്ടാവില്ല. നമ്മളൊക്കെ എപ്പോഴും പഠിച്ചോണ്ട് തോരക്കണം. അള്ളാഹു ഇനി അല്ലാത്ത ഒഫലത്ത് തരലും തോരക്കാണ്. അങ്ങനെ എത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ? നമ്മളെ കാഴ്ച, കേൾവി, ചിന്ത, ശ്വാസം, ഹർക്കാത്ത്, സക്കനാത്ത്, അംഫാസ്, ഹവാല് ഇങ്ങനെ തോരക്കുണ്ട്. എന്തിനാ? മുഷാഹിദ കിട്ടാനാണ്. മുഷാഹിദ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്താണ്? അവന് പിന്നെ അവന്റെ ഹൃദയത്തിൽ അല്ലാത്ത വേറെ സംഗതി ഉണ്ടാവില്ല. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഓരോ സ്ഥാനത്ത് നിന്ന് നമ്മൾ പണിയെടുക്കുമ്പോ അടുത്ത സ്ഥാനത്തേക്ക് പഠിച്ചെത്തിക്കുന്ന നമുക്ക് കിട്ടുന്ന ആത്മീയമായ ഗുണങ്ങളാണ്. അപ്പൊ ഹൃദയത്തിൽ ഉണ്ടാവുന്ന അവസ്ഥകൾ അത് അള്ളാഹുവിന്റെ അടിമക്ക് ഈ ഭാഗത്ത് വഴി നൽകുന്ന ഒരു പ്രതിഫലമാണ്. ഹൃദയത്തിൽ 3 അവസ്ഥ ഉണ്ടാവും. ആദ്യം തുടക്കം, പിന്നെ മധ്യവർത്തി, പിന്നെ ഏറ്റവും നിഹായ, അങ്ങേയറ്റം. അതുപോലെ തന്നെ മറ്റൊരു ബെനിഫിറ്റാണ്. അപ്പൊ ഹൃദയത്തിലുണ്ടാകുന്ന അവസ്ഥ അല്ലാഹു തആല നമുക്ക് ഈ ഭാഗത്തുകൾ വഴി നൽകുന്ന ഇതൊക്കെ ദുനിയാവിൽ വെച്ച് നൽകുന്ന ഗുണങ്ങളാണ്. അപ്പൊ നമ്മൾ വിചാരിച്ച എന്താണ്? അള്ളാഹു ഈ ഭാഗത്തെടുത്ത പരലോകത്ത് എത്തിയിട്ട് സ്വർഗത്തിൽ കിടന്ന് കുറെ എന്ത് ചെയ്യാ? പാനീയങ്ങളും വെള്ളങ്ങളും ഹൂർലിങ്ങളും ഒന്നും മാത്രം വിചാരിക്കണ്ട. ഇതൊക്കെ അതിന്റെ മുമ്പ് കിട്ടുന്ന സ്വർഗങ്ങളാണ്. ഇതൊക്കെ ദുനിയാവിനെ കിട്ടും. ഇത് ദുനിയാവിന് തന്നെ തീരുമാനം. ദുനിയാവിന് കിട്ടും ചെയ്യും. ഇതൊക്കെ ആർക്കേ കിട്ടുള്ളൂ? അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ ഭാഗത്തെടുത്ത പണിയെടുത്ത ആളുകൾക്കേ കിട്ടുള്ളൂ. ഇത് മറ്റവർക്ക് ഇത് മനസ്സിലാവില്ല. മറ്റൊരു സംഗതിയാണ് അതിന്റെ ബാക്കി പറയുന്നുണ്ട്. എന്ത്? ഈ ഹിക്മത്തിന്റെ ബാക്കി തന്നെയാണ്. അതിന്റെ വലിയൊരു സംഭവം ഉണ്ട്. ബാക്കിയാണ് പറയാം. അതായത് അള്ളാഹു തആല അള്ളാഹുവിന്റെ അടിമയുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മാനസികമായ ഒരു ഉന്മേഷം, ഒരു ഇണക്കം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. മുആനസത്തുള്ള സംഗതി ഉണ്ട്. ഇതും അള്ളാഹുവിന്റെ അടിമ കിട്ടുന്ന ഈ പറഞ്ഞതാണ്. അൽ ഉൻസ് ബില്ലാ എന്നുള്ള ഉൻസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ടുള്ള ഫുൾ ടൈം മാനസികമായ ഇണക്കം. ഈ മുആനസത്ത് എന്ന സംഗതി എന്താണ്? അള്ളാഹുവിന്റെ അടിമക്ക് കിട്ടുമെന്നുള്ളതാണ്. അത് എങ്ങനെ കിട്ടുന്നതാണ്? ഇബാദത്ത് വഴി കിട്ടുന്നതാണ്. മറ്റേ ഹാലാണ്. ആദ്യം പറഞ്ഞ മനസ്സിലുണ്ടാവുന്ന ഹാലാണ്. ഈ ഹാലിന്റെ മറ്റ് ഹാല് വിട്ട് ഓരോ ഹാലിലേക്ക് കയറി കഴിഞ്ഞ അവസ്ഥ കയറി കഴിഞ്ഞാൽ അയാളുടെ മനസ്സ് അള്ളാഹുമായിട്ടുള്ള ഒരു ഇണക്കത്തിന്റെ വേറെ സ്റ്റേജിലേക്ക് കയറാനുണ്ട്. ഇതൊക്കെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകേണ്ടത് എന്താണ്? ഇതൊക്കെ ഉള്ളവരാണ് ഈ പറയുന്നത്. അതുപോലെ അഹമ്മദ് സറൂഖ്, അതുപോലെ ലോകത്ത് സൂഫിയാക്കള് അവരുടെ ഗ്രന്ഥത്തിലൊക്കെ എന്താണ്? മുആനസത്ത് വലിയ വിഷയമാണ്. അള്ളാഹുമായിട്ടുള്ള മാനസികമായ ഇണക്കം.
മഹാന്മാർ പറയുന്നുണ്ട് മുആനസത്ത് എന്തുണ്ട്, മുആനസത്തുണ്ടായ എന്താണ്, മുആനസത്ത് ദിക്റുണ്ട്, മുആനസത്ത് ഫിക്റുണ്ട്, ഖുർബുണ്ട്, മുആനസത്ത് ശുഹൂദുണ്ട് എന്നുള്ള. അത് 3 സ്റ്റേജിലുണ്ട്. ഞാൻ ചുരുക്കി പറയാം. മുആനസത്തുൽ ദിക്ർ എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ടുള്ള ആദ്യമായിട്ടുള്ള അള്ളാഹുവിന്റെ അടിമയുടെ ഇണക്കമാണ് ഇത് മുആനസത്തുൽ ദിക്ർ. ഇബാദത്തിന് എന്ത് ചെയ്യാം, ഇബാദത്ത് ചെയ്യുമ്പോൾ ഒരു മാനസികമായ സന്തോഷവും മാനസികമായ തൃപ്തിയും എല്ലാം ഉണ്ടാവുന്ന ഒരവസ്ഥ. ദിക്റിലും ഇബാദത്തിലൊക്കെ ഉണ്ടാവുന്ന മാനസികമായ ഒരു ആത്മീയമായ ഇണക്കം. നോമ്പൊക്കെയുള്ള ഇഷ്ടം, സുന്നത്ത് നിസ്കാരങ്ങളുടെ ഇഷ്ടം, മറ്റുള്ള ഇബാദത്ത് ചെയ്യാനുള്ള ഇഷ്ടം, ഇതൊക്കെ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നുള്ള മാനസികമായ ഇഷ്ടം, അതാണ് മുആനസത്തുൽ ദിക്ർ എന്ന് പറയുന്നത്. പക്ഷെ ഇത് തുടക്കക്കാർക്കാണ്. ഈ ആളുകളുടെ പ്രശ്നം എന്താ വെച്ചാൽ ഇവർ ആളുകളുടെ ഇടയിൽ പോയാൽ ചെമ്പുന്നുണ്ടാവും. നോക്കുകളെ, ഇത് 3 സ്റ്റേജിലുണ്ട്. ആളുകളുടെ ഇടയിൽ പോയാൽ എന്തുണ്ടാവും, ഇതിനെന്ത് ചെയ്യും, കോട്ടം വരും. സാഹചര്യത്തിനും കൂട്ടുകെട്ടിനും അനുസരിച്ച് എന്ത് ചെയ്യും, ഇതിന്റെ പവർ കൂടിയും കുറഞ്ഞും ഇരിക്കും. ചിലപ്പോ ചില ഇടപെടൽ നടത്തിയാൽ നമുക്ക് തോന്നും ഇന്നലത്തെ അത്ര എന്ത് ചെയ്യാ, ഇതിനുള്ള മാനസികമായ ഒരു സമീപനം വേണ്ടത്ര റാഹത്ത് പോരാന്ന് തോന്നും. എന്തുകൊണ്ടാണ്, നമ്മൾ ആ വിഷയത്തിൽ മുആനസത്തുൽ ദിക്റിൽ എത്തിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ തുടക്കത്തിലായതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ആളുകളുമായി, അതുകൊണ്ടാണ് ഇമാം ഗസാലി ഒക്കെ പറയുന്നത് അള്ളാഹുമായിട്ടുള്ള മാനസികമായ അണക്കം കിട്ടിയ ഒരാള് എന്ത് ചെയ്യണം, മുആനസത്തുൽ ദിക്റിന്റെ അവസ്ഥയിലാണെങ്കിൽ അയാൾ അധികവും ആളുകളിൽ നിന്ന് ഒഴിവായി അത് ക്ലിയർ ചെയ്ത് ഉഷാറായി നിൽക്കാൻ നോക്കണം. ചിലപ്പോ സമൂഹത്തിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോ കുറച്ച് സംസാരത്തിൽപ്പെട്ടാൽ, അല്ലെ വല്ല കാഴ്ചയിൽപ്പെട്ടാൽ, അല്ലെ വല്ല കേൾവിയിൽപ്പെട്ടാൽ ഈ മുആനസത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പോയി കിട്ടും. ഒരു പീഡിക കൊലയുമ്പോ പോയി ചിലപ്പോ എന്തുണ്ടാവും, ഇത് പോയോ, ചിലപ്പോ ബാത്തിലാവും. ചിലപ്പോ ചില സുഹൃത്തുക്കൾ സംസാരിച്ചാല് ഉള്ള ഗണിയും പ്രസാദമായിട്ട് സംസാരിക്കണമെന്ന് നമ്മളെ മുആനസത്ത് പോവും. അങ്ങനെ പോവാതെ നിൽക്കുന്ന അവസ്ഥയിലുള്ള ആളുകളാണ്. എന്നാൽ ആളുകളെ ഇടപഴകുകയും ചെയ്യും, ഇടപഴകുന്ന ജാഗ്രത പാലിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അവരാണ് ഈ മുആനസത്തിൽ കുറച്ചുകൂടി അള്ളാഹുമായിട്ട് അടുത്തവർ. അവർക്കാണ് മുആനസത്തുൽ ഖുർബ് എന്ന് പറയുന്നത്. അവർ ആളുകളടി പോകുമ്പോ പെടൂല എന്നല്ല, പക്ഷെ പെടാതിരിക്കാനുള്ള ജാഗ്രത അവര് ഉണ്ടാവും. ഒരു സമൂഹത്തിന് പോയാ, അല്ലെങ്കിൽ വിരുന്നിന് പോയാ, ഒരു പരിപാടിക്ക് പോയാ നമ്മളെ ആത്മീയത മലീമസമാക്കാതിരിക്കാനുള്ള ജാഗ്രത സൂക്ഷിക്കാനുള്ള അവസ്ഥ അടിമയുടെ മനസ്സിലുണ്ട്, ഉണ്ടാവും. ആ തോന്നൽ ഇട്ടുകൊടുക്കും. ഇതെന്താണ്, ഇത് മുആനസത്തുൽ ഖുർബാണ്. ഈ മുആനസത്തുൽ ഖുർബ് ആര് തന്നെയാണ്, അല്ലാഹു തആല നമുക്ക് തരുന്ന സംഗതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ചില ആളുകൾ എവിടെ പോയാലും കേടാത്തത്, എവിടെ പോയാലും കേട്ടില്ല. കാരണം കേട്ടതിനേക്കാൾ പണി നമുക്ക് ചില ആളുകൾ എവിടെ പോയാലും അവർക്ക് ചില സാഹചര്യത്തിന് അനുസരിച്ച് എന്താവും കേട്ടില്ല. ചിലരെ ചില സ്ഥലത്തേക്ക് പറഞ്ഞേക്കാൻ പറ്റൂല. ഉള്ള പരിപാടിയൊക്കെ കേട്ടെടുത്തിട്ടേ വരുള്ളൂ. എന്നാൽ ചില ആളുകൾ പറഞ്ഞേക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്, അവർക്ക് ആ വിഷയത്തിൽ എന്തുണ്ട്, ജാഗ്രത ഉണ്ടാകണം. എന്തുകൊണ്ടാണ്, മുആനസത്തുൽ ഖുർബാണ്. അവർക്ക് ഒന്നും കൂടി ആരുമായി അടുപ്പുണ്ട്, അള്ളാഹുമായിട്ട് അടുപ്പുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും, അവർ എവിടെ ഇടവരുമ്പോഴും ഏത് നാട്ടിൽ പോയാലും അവരുടെ ദീനിനെ സൂക്ഷിക്കാനുള്ള ഒരു ആത്മീയ പവർ അള്ളാഹു തന്നെ കൊടുക്കും. ഈ ആത്മീയ പവർ കിട്ടുന്ന എന്താണ്, നമ്മൾ ചെയ്യുന്ന ഇബാദത്തിന്റെ റിസൾട്ടാണ്. എന്നാൽ മുആനസത്തുൽ ശുഹൂദ് എന്ന സംഗതിയുണ്ട്. എന്താണ് അത്, ആളുകൾക്കിടയിൽ ഇറങ്ങിയാലും ആളുകൾ അവരിലൂടെ പിന്നെയും നന്നാവാൻ തന്നെ ഒരാൾക്കും അയാളെ സ്വാധീനിക്കാൻ കഴിയാത്ത അവസ്ഥയുള്ള അവസ്ഥയിലേക്ക് അടിമെത്തും. അതാണ് മുആനസത്തുൽ ശുഹൂദ് എന്ന് പറയുന്ന സൂഫിയാക്കൾ പറയുന്നത്. മനായിബിൽ അജി പറഞ്ഞു, അവര് സമൂഹത്തിന് എവിടെ പോയാലും, ഏത് നാട്ടിൽ പോയാലും, ഏത് പാർട്ടിയിൽ പോയാലും ഒരു തരി പോലും അവരെ ഈമാനെ അളക്കാൻ ആൾക്ക് കഴിയില്ല. മാത്രമല്ല അവർക്ക് വേണ്ടി മറ്റുള്ളവർ അഡ്ജസ്റ്റ് ചെയ്യും. എന്ത് ചില മഹാന്മാരെ ബന്ധിയുണ്ട്. ചില ആളുകൾ ചില സ്ഥലത്ത് പോയാൽ ഒരു പരിപാടി ഓഫായിക്കളി എന്ന് പറയുന്നില്ലേ. എന്താ കാരണം,
ചിലർ ചെന്നെന്താ ആ മെന്റും ചെയ്യില്ല. നമ്മളെന്ത് ചെയ്യണം? കേൾക്കാതെ പല ഒച്ചപ്പാടുണ്ടെങ്കിൽ കേൾക്കാതെ എന്ത് ചെയ്യണം? നമ്മളിങ്ങോട്ട് പോരണം. അല്ല നമുക്ക് പറ്റൂല എന്ന് പറയണം. എന്താ ചില മഹാന്മാർ പോയാലോ അവരോട് പോയാൽ എന്ത് ചെയ്യും? ആ സമൂഹം തന്നെ എന്ത് ചെയ്യും? അവിടെ ഓഫാക്കും. ഓരോ ഒച്ചപ്പാട് പാടത്തിന് ഉദാഹരണം പറഞ്ഞേ, അത് വേണ്ട, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യും. എന്താ മാനസിക ശുഹൂദാണ്. അതുള്ള ആളുകളെ ഇളക്കാനോ തൊടാനോ ഒരു ഈമാനിയുമായി പിറകോട്ട് കൊണ്ടുവരാനോ സമൂഹത്തിന് കഴിയൂല. അവരെവിടെ ചെല്ലണോ അവിടെ സമൂഹത്തിൽ നിന്നുണ്ടാവും, അവിടെ വെളിച്ചം കിട്ടും. ഇതാണ് മഹാനായ ശൈഖ് ജീലാനി തങ്ങളൊക്കെ ഉള്ളത്, അതുപോലെ അജ്മീർ ഖാജൊക്കെ ഉള്ളത്. അവർ ഏറ്റവും മോശമായ സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. എന്നിട്ട് എന്താ സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. മഹാനായ ശൈഖ് ജീലാനിന്റെ അടുത്തൊക്കെ വന്നിട്ട് എന്താ 1,00,000 കൊള്ളക്കാരാ കൈപിടിച്ച് തോപയത്. കൊള്ളക്കാർ നാട്ടിലാണെന്ന്. ബാഗ്ദാദ് എന്ന് പറഞ്ഞാല് കൊള്ളയുടെ കേന്ദ്രമായിരുന്നു. 1,00,000 കൊള്ളക്കാരെന്തിനാണ് ശൈഖ് ജീലാനി തങ്ങളുടെ കയ്യിലേക്ക് വന്നിട്ട് കൈ പിടിച്ച് തോപ ചെയ്ത്? എന്താ അവരോട് പോലും വേണ്ടല്ലോ. അപ്പൊ എന്താ അവരെ കൊണ്ട് സമൂഹം നന്നാവും. ഈ അവസ്ഥയിൽ അവരെ എത്തിച്ചത് ആരാണ്? എന്താണ് ഈ അവസ്ഥയിൽ അവരാക്കിയത് ആരാണ്? അള്ളാഹുവാണ്. അവരാക്കാനുള്ള കാരണം എന്താ? അവർ അള്ളാഹുവിനോട് വിധേയമായതിന്റെ ഹദിയയാണ്, ഗിഫ്റ്റാണ്, സമ്മാനമാണ്. അപ്പൊ ഇതൊന്നും എന്തല്ല സ്വർഗത്തിലേക്കുള്ള കാര്യമല്ല. ഇതൊക്കെ ദുന്യാവിൽ തന്നെ അള്ളാഹു തആല കൊടുക്കുന്ന എന്താണ്? അവന്റെ റൊക്കമായി കൊടുക്കുന്ന ആദരവുകളാണ്. ഓരോ ഘട്ടവും അടുത്ത ഘട്ടത്തിലേക്ക് എത്തുമ്പോ നല്ല ക്ഷമ വേണം. ആ ക്ഷമ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത ഘട്ടത്തിലേക്ക് എത്താൻ കഴിയും. ആ ക്ഷമയുടെ ഭാഗമാണ് അടുത്ത ഘട്ടത്തിൽ പഠിച്ചു എത്തിക്കുന്നത്. ഇനി ഇതിനേക്കാൾ വലിയൊരവസ്ഥ അള്ളാഹുവിന്റെ അടിമക്കുണ്ട്. അതാണ് ശരിക്കും ഞാൻ പറയാം. അള്ളാഹുവിന്റെ അടിമകൾക്ക് എന്ത് ചെയ്യും? രാത്രി സമയങ്ങളും പകൽ സമയങ്ങളും അള്ളാഹുവിലേക്ക് ഉപയോഗപ്പെടുത്തുന്നതിൽ കൂടുതൽ സമയങ്ങളിൽ രാത്രി ഉറക്കമൊഴിച്ച് അള്ളാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന അള്ളാഹുവിന്റെ മുനാജാത്ത്, അതുപോലെ തന്നെ തമല്ലുക്ക് എന്ന് പറയും. ഈ അവസ്ഥയിലേക്ക് അടിമയെത്തും. മുനാജാത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാല് അള്ളാഹുമായിട്ട് എന്ത് ചെയ്യാം? നമ്മളിങ്ങനെ സംഭാഷണം നടത്തുക. രാത്രി സമയങ്ങളിൽ മഹാന്മാർ ചെയ്യുന്ന മുനാജാത്ത് പകലൊക്കെ പറ്റൂട്ടോ, അത് വേറെ വിഷയം. പക്ഷെ രാത്രി സമയങ്ങളിൽ ഉറക്കം വെച്ച് ഒരുപാട് ആൾ എന്ത് ചെയ്യും? അള്ളാഹുമായിട്ട് ഇങ്ങനെ പഠിച്ചവനെ ഇല്ല കഴിയുന്നെങ്കിൽ പുറത്തു തരണം, ഇങ്ങനെ എപ്പോഴും എന്ത് ചെയ്യും? മുനാജാത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് കവിതയിലൂടെയൊക്കെ അല്ലാഹുവിന്റെ ഒക്കെ മുനാജാത്തുകൾ കവിതയിലൂടെ തന്നെ നമുക്ക് കാണാം. ഇലൈക യാ റബ്ബി ഖദ് വജഹതു ആജാതി വജഹതു ബാബക യാ റബ്ബി ബിറഅബാതി. ഇതൊക്കെ എന്താണ്? മുനാജാത്താണ്. മുനാജാത്ത് വേറെ, തമല്ലുക്ക് വേറെ. തമല്ലുക്ക് എന്ന സംഗതി എന്താണ്? തമല്ലുക്ക് എന്ന അവസ്ഥ. ഈ മുനാജാത്തിന് അള്ളാഹുവിനോട് സങ്കടപ്പെട്ട് കാണുക എന്ത് ചെയ്യണം? കാര്യങ്ങൾ പറയും. സങ്കടപ്പെട്ടിട്ട് പഠിച്ചോനെ ജില്ല കയ്യില നമ്മൾ സങ്കടപ്പെട്ട് പറയും. ആ അവസ്ഥയും അള്ളാഹുവിന്റെ അടിമകൾക്കുണ്ടാവും. ഇതൊക്കെ അള്ളാഹു തആല ഇങ്ങനെ എന്താ വെച്ചാൽ നമുക്കിപ്പോ ഉറക്കാണ് ഇഷ്ടമെങ്കിലും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് ഉറക്കമൊന്നുമില്ല. ഉറങ്ങാനൊന്നും സമയം ഉണ്ടാവില്ല, ഉറക്കം കാണൂല. കാരണം അവർക്ക് ഉറക്കം വരൂല. അള്ളാഹു തആലക്ക് വേണ്ടി അത്രയും സമയം ഫുൾ ടൈം അള്ളാഹുവിന്റെ കൂടെ ആയിരിക്കും രാത്രി. അതുകൊണ്ടാണ് ചില സൂഫിയാക്കൾ പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമം രാത്രി അവസാനിക്കലാണെന്ന് പറഞ്ഞ സൂഫിയാക്കളുണ്ട്. എന്തുകൊണ്ടാണ്? അത്രയും സമയം അള്ളാഹുമായിട്ട് സ്വകാര്യമായി ഇടപെടാൻ പറ്റുന്നതുകൊണ്ടാണ്. ഇഷാന്റെ ഒന്നുകൊണ്ട് സുബഹിസ്കരിച്ചിരുന്ന 40ഓളം മഹാന്മാരെ കുറിച്ച് മഹാനായ ശൈഖ് ജീലാനി പറയുന്നുണ്ട് ഉന്നത്തിൽ. അവർ ഇഷസ്കരിച്ചിട്ട് ഏത് നിസ്കരിക്കും? ഇതൊക്കെ എന്താണ് എങ്ങനെ കഴിയണത്? നമ്മളൊക്കെ ഒരു ദിവസം 4 ദിവസം പകൽ ഉറങ്ങേണ്ടി വരും അതിന്റെ ക്ഷീണം മാറിക്കാന്. ഇതെങ്ങനെ സാധ്യമാണ്? അതില്ലാതെ ആത്മീയമായ ആനന്ദം കിട്ടിയാണ്. ധാരാ കൊടുക്കുന്നത് ഇത് അല്ലാഹു തആല കൊടുക്കുന്ന ഗിഫ്റ്റാണ്. അതെന്തിന്റെ പണമാണ്? അവരുള്ള സമയം അല്ലാഹു തആല ചെലവഴിച്ചുകൊണ്ട് അല്ലാഹു തആല അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ്. അപ്പൊ മുനാജാത്ത് എന്താണ്? വിലപിച്ചുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് പറയാന്ന. തമല്ലുക്ക് എന്ന വേറെ ശൈലി ഉണ്ടെന്ന സൂഫിയാക്കൾ എന്ന് പറഞ്ഞാൽ തമല്ലുക്ക് ശരിക്കും ഉദാഹരണം പറയുന്നത് ഈ കുട്ടികളുണ്ടാവും രക്ഷിതാക്കൾക്ക് വന്നിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ എന്താ പറയാ, നമ്മൾ പറഞ്ഞു പൊന്നാനം കളിക്കല്ലേ അറിയില്ല കുട്ടികളോട്.
എന്താ പറയാ, ഭയങ്കര സ്നേഹത്തിന്റെ അടുപ്പം കാണിക്കുമല്ലോ കുട്ടികൾ. താലോലം അല്ലെ, താലോലം പുന്നാരം എന്നൊക്കെ പറയും. കുട്ടികൾ ഇങ്ങനെ രക്ഷിതാക്കളോട് ഭയങ്കര സ്നേഹത്തിനും അടുപ്പത്തിനും ഇങ്ങനെ നെയ്യും. അത് പേടിച്ചിട്ടല്ല, ഇഷ്ടം കൊണ്ട് കൂടും. ഈ ഒരു സ്വഭാവത്തിലേക്ക് അള്ളാഹ് അടിമത്തുന്നു. സുബിയാക്കൾ അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. അത് മുനാജാത്തിന്റെ പുറം മുകളിലുള്ള ഇഷ്ടദാസന്മാരോട് ചെയ്യുന്ന സംഗതി. പ്രണയിക്കുന്നവരോട് ചെയ്യുന്ന സംഗതിയാണ്. ചില ആളുകള് പിന്നെ ഇപ്പൊ ഉദാഹരണം പറയാം, ചില ആൾക്കാരുണ്ടല്ലോ കല്യാണം ഉറപ്പിച്ചാല് കുട്ടിക്ക് ഫോൺ കൊടുത്താൽ എന്താ, ഉറങ്ങോ? നേരം വെളുക്കോളം ഉറങ്ങൂല അല്ലേ? കെട്ടിക്കൊടുത്താ പിന്നെ എന്തുണ്ടാവും? അത് കഴിയും. പക്ഷെ ചില കുട്ടികള് കല്യാണം ഉറപ്പിച്ചാല് ഫോൺ കൊടുത്താല് ഇവർക്ക് നേരം വെളുക്കോളം എന്താണ്, ഉറക്ക പോണത് അറിയില്ല. എന്താ, അത് തമല്ലുക്കാണ്. അപ്പൊ ചില ആളുകൾ പ്രണയം കൂടിക്കഴിഞ്ഞാൽ ഉറക്കറിയില്ല, പിന്നെ അങ്ങനെയുള്ള സ്നേഹവാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ ഒരു ശൈലി അള്ളാഹുമായിട്ട് ആർക്കുണ്ട്? സൂഫിയാക്കൾക്കുണ്ട്. മഹാനാ റാബിയത്തുൽ അദ്വിയുടെ ഒരു തമല്ലുക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു കവിത അത് വായിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നിർത്തും. മഹാനാ റാബിയത്തുൽ അദ്വിയ ആരായിരുന്നു? പിന്നെ റാബിയത്തുൽ അദ്വിയെ കുറിച്ച് നമുക്കറിയാം. ബസറയിലെ വലിയ ആബിദത്തായിരുന്നു. ഒരു അടിമ കുടുംബത്തിൽപ്പെട്ട ആളാണ്. ആര്? റാബിയത്തുൽ അദ്വിയ അടിമ കുടുംബത്തിൽപ്പെട്ട ആളാണ്. വളരെ ദരിദ്ര ഫാമിലിയാണ്. ആരോ ഒരാളെ ഒരു അടിമത്തിൽ നിന്ന് മോചിപ്പിച്ചാണ്. അങ്ങനെ പിന്നെ എന്ത് ചെയ്തു? വലിയ ആബിദത്തായി, ലോകം അറിയപ്പെട്ട സൂഫിയത്തായി മാറി. അപ്പൊ അല്ലാഹു തആല വിചാരിച്ച അത്രേ ഉള്ളൂ. അതിന് തറവാടിത്തും കുടുംബവും തങ്ങളും വലിയപ്പാപ്പനൊന്നും ആകണമെന്നില്ല. റാബിയത്തുൽ അദ്വിയുടെ ഒരു കവിത, യാ റബ്ബിൽ ലൈലു യുഹിബ്ബു സുകൂന വകുല്ലു മുഹിബ്ബിൻ ലഹു. എനിക്ക് ചെറിയ കാണുന്നുണ്ട്. ലൗ വകുല്ലു മുഹിബ്ബിൻ ഖദ് ഖലാ ബിഹബീബി എന്നാണ് ആ കവിത. ഇത് പറയുന്നത് അള്ളാഹുവെ രാത്രി അടക്കത്തിനെ സ്നേഹിക്കുന്നുണ്ട്. ഓരോരുത്തരും അവിടെ പ്രണയങ്ങളുമായിട്ട് സ്നേഹിക്കുന്നവരുമായി ഇപ്പോൾ സമയം ചെലവഴിക്കുകയാണ്. അള്ളാഹു ഞാനിതാ നിന്റെ പടിവാതിൽക്കൽ നിന്നെ സ്നേഹിച്ചുകൊണ്ട് ഇവിടെ ഉണ്ട് എന്ന് കവിത ചെല്ലി കാണാം. ആര്? റാബിയത്തുൽ അദ്വിയ. അതൊക്കെ ഒരു തമല്ലുക്കാണ്. അത് മുനാജാത്തിനേക്കാൾ അപ്പുറത്ത് സ്നേഹത്തിന്റെ, പ്രേമത്തിന്റെ, ഇഷ്ടത്തിന്റെ വാക്ക് ആരോടുമായിട്ടുണ്ടാവും? അള്ളാഹുമായിട്ടുണ്ടാവും. അത് സൂഫിയാക്കൾക്കൊരു ഹരാണെന്നാണ്. അത് നിർത്തും. സൂഫിയാക്കൾക്ക് എന്തുണ്ട്? ഒരു സ്വഭാവം ഉണ്ടെന്നാണ്. ഇത് സൂഫിയാക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഭാവമാണ്. മഹാനായ ഇബ്നു നജീമ പറയുന്നുണ്ട്, ലൈസ ഫിദ്ദുനിയ മാ യശ്ബഹു നഈമൽ ജന്ന ഇല്ലാ മാ യജിദഹു അഹ്ലു തമല്ലുഖി ഫീ ഖുലൂബിഹിം ബിൽ ലൈലി മിൻ ഹലാവത്തിൽ മുനാജാത്ത്. അതാണ് ഇത് എന്നെ നിർത്തി. ഇത് ശ്രദ്ധിച്ചോളി. ദുന്യാവില് സൂഫിയാക്കളുടെ ഭാഷയില് ദുന്യാവില് സ്വർഗീയ രസത്തിനോട് തുല്യതയുള്ള ഒരു സംഗതിയില്ല. ഏത് മാത്രമല്ല, അർദ്ധരാത്രിയിൽ അള്ളാഹുമായിട്ടുള്ള ഈ പുന്നാരം പറിച്ചിലല്ലാതെ. അത് സ്വർഗത്തിന്റെ അനുഭൂതിയാണ്. അത് സ്വർഗത്തിലെ ഒരു അനുഭൂതിയാണ്. അതേ ഉള്ളൂ ദുനിയാവിൽ. സ്വർഗത്തിലെ ഒരു അനുഭൂതി ഏതേ ഉള്ളൂ, ഇതേ ഉള്ളൂ. അത്രയും വലിയ അനുഭൂതിയാണത്. അതൊരു സ്വർഗീയ അനുഭൂതിയാണ്. സ്വർഗീയ അനുഭൂതിയോട് ആകെ സാദൃശ്യമുള്ള ദുനിയാവിന് ഇതേ ഉള്ളൂ എന്നാണ് മഹാന്മാർ പറയുന്നത്. അത് നമുക്ക് കിട്ടിയിട്ടില്ല. നീ കിട്ടണമെന്ന് പറയാ. അപ്പൊ അതൊക്കെ ആ അവസ്ഥയിൽ സ്വർഗീയ അനുഭൂതികൾ ഫുള്ള് അള്ളാഹു തആല ദുനിയാവിൽ ആർക്ക് നൽകും? അള്ളാഹുവിന്റെ അടിമക്ക് നൽകും. ഇതൊക്കെ ഇബാദത്തുകൾ വഴി അള്ളാഹുവിന് വേണ്ടി പോയി പണിയെടുത്ത ആളുകൾക്ക് അള്ളാഹു തആല കൊടുക്കുന്ന അപ്പോഴുള്ള ട്രീറ്റുകളാണ്. ഇതൊന്നും പരലോകത്തുള്ളതല്ല. ഇങ്ങനത്തെ ഒരുപാട് ഗുണങ്ങൾ അള്ളാഹു തആല അള്ളാഹുവിന്റെ അടിമക്ക് ദുനിയാവിൽ വെച്ച് തരുന്നുണ്ട്. ഇതൊന്നും അങ്ങോട്ട് നീട്ടുന്നതിൽ അത്രയധികം മാന്യത കിട്ടാമല്ല അള്ളാഹു. അതാണ് ഹിക്മത്തിന്റെ ചുരുക്കം. അള്ളാഹു തആല അവന് വേണ്ടി വിധേയമാവുന്നു, അവനെ മനസ്സിലാക്കുന്ന, അവന്റെ യഥാർത്ഥ അടിമകളിൽ അള്ളാഹു തആല ഉൾക്കൊള്ളിക്കട്ടെ. നമ്മൾ പറഞ്ഞു കേട്ടെ, അള്ളാഹു തആല സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യട്ടെ.